الحمد لله حمدا كثيرا طيبا مباركا فيه، نحمده ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهده الله فلا مضل له ومن يضلله فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله، أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد، فإن خير الحديث كتاب الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم، ومن يطع الله ورسوله فقد فاز فوزا عظيما. സ്നേഹാദരണീയരായ സഹോദരീ സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിൻ്റെ എല്ലാ സന്ദർഭങ്ങളിലും ആവുന്നത്ര സൂക്ഷിച്ചുകൊണ്ട് നമ്മുടെ രഹസ്യ ജീവിതത്തിലും പരസ്യ ജീവിതത്തിലും തഖ്വാബോധം ഉൾക്കൊണ്ടുകൊണ്ട് അല്ലാഹുവിൻ്റെ ഇഷ്ടദാസന്മാരായി ജീവിച്ച് മരിക്കാൻ പരിശ്രമിക്കണമെന്ന് ആദ്യമായി വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധമായ ഹജ്ജ് മാസങ്ങളിലൂടെയാണ് മുസ്ലിം ലോകം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ലോകത്തിൻ്റെ അഷ്ടദിക്കുകളിൽ നിന്ന് അള്ളാഹുവിൻ്റെ വിരുന്നുകാരായി, അള്ളാഹുവിൻ്റെ നിവേദക സംഘങ്ങളായി ഹാജിമാർ പരിശുദ്ധ ഹറമിലേക്ക് പുറപ്പെട്ടുകൊണ്ടിരിക്കുന്ന അനുഗ്രഹീതമായ സന്ദർഭങ്ങളാണിത്. ഈ സന്ദർഭത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ലോകത്തുള്ള മുഴുവൻ വിശ്വാസികളും ആലോചിക്കുവാനും പഠിക്കുവാനും ചിന്തിക്കുവാനും വേണ്ടി വിശുദ്ധ ഖുർആനിലൂടെ ഉണർത്തിയിട്ടുള്ള ചില കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. 5 നേരവും നമ്മൾ അള്ളാഹുവിനെ ആരാധിക്കാൻ വേണ്ടി തിരിഞ്ഞു നിൽക്കുന്ന നമ്മുടെ ഖിബിലയാണ് കഅബ. അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത് റസൂലുള്ളാഹി അൽ മുസ്ലിമൂൻ അൽ കഅബത്തു ഖിബ്ലത്തുൽ മുസ്ലിമീന അഹ്യാഅൻ വ അംവാത. മുസ്ലിങ്ങൾ ജീവിച്ചിരിക്കുന്ന സന്ദർഭത്തിലും അവർ മരിച്ചു കഴിഞ്ഞാലും അവരുടെ മുഖം തിരിച്ചു വെക്കേണ്ട അവരുടെ ഖിബിലയാകുന്നു കഅബ എന്നാണ്. 5 നേരം നമ്മൾ നമസ്കരിക്കുമ്പോൾ, അതേപോലെ തന്നെ നമ്മുടെ ഐച്ഛിക നമസ്കാരങ്ങളിലുമൊക്കെ കഅബയുടെ നേരെയാണ് നമ്മുടെ മുഖകമലം നാം തിരിച്ചു വെക്കുന്നത്. നമ്മൾ മരിച്ചു കഴിഞ്ഞാലും, ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ ഉടനെ അദ്ദേഹത്തിൻ്റെ അടുത്തുള്ള ആളുകൾ അദ്ദേഹത്തിൻ്റെ കഴുത്ത് വലതുഭാഗത്തേക്ക് ചെരിച്ചു വെച്ചുകൊണ്ട് അദ്ദേഹത്തെ കിടക്കുന്നത് അദ്ദേഹത്തിൻ്റെ മുഖം കഅബയുടെ നേരെ തിരിച്ചുകൊണ്ടാണ്. നമ്മൾ നമ്മുടെ ഖബറിൽ നമ്മുടെ സഹോദരങ്ങളെയൊക്കെ ഇറക്കി വെക്കുമ്പോൾ അപ്പോഴും നമ്മൾ മരിച്ചു കഴിഞ്ഞാലും മരിച്ച് ഖബറിൽ കിടന്നാലും നമ്മുടെ മുഖം തിരിഞ്ഞു നിൽക്കുന്നത് കഅബയുടെ നേരെയാണ്. എന്താണ് ആ കഅബയുടെ പ്രത്യേകത? വിശുദ്ധ ഖുർആൻ അത് പറയുന്നുണ്ട്. ഇന്ന അവ്വല ബൈത്തിൻ വുദിഅ ലിന്നാസി ലല്ലദീ ബിബക്കത മുബാറക വഹുദൻ ലിൽ ആലമീൻ ഫീഹി ആയാതും ബയ്യിനാതും മഖാമു ഇബ്രാഹിം. മനുഷ്യർക്ക് അള്ളാഹുവിനെ മാത്രം ആരാധിക്കാൻ വേണ്ടി
ലോകത്താദ്യമായി സ്ഥാപിതമായ ആരാധനാലയമാകുന്നു കഅബ എന്നതാണ്. അതിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് ദൃഷ്ടാന്തങ്ങൾ നമുക്ക് വിശദീകരിച്ചു തരുന്നുണ്ട്. ലല്ലദീ ബി ബക്ക, അത് ബക്കയിലാണുള്ളത്. ബക്ക എന്നും മക്ക എന്നും ഉമ്മുൽ ഖുറ എന്നും അൽ ബലദുൽ അമീൻ, നിർഭയമായ രാജ്യം എന്നുമൊക്കെ അള്ളാഹു മക്കയെക്കുറിച്ച് വിശുദ്ധ ഖുർആനിലൂടെ വിശദീകരിച്ചു തരുന്നുണ്ട്. അത് മുബാറക്കാണ്, അനുഗ്രഹീതമാണ്. വഹുദൻ ലിൽ ആലമീൻ, ലോകർക്ക് മാർഗദർശകമായി ഇന്നും നിലകൊള്ളുന്ന ഒരു ആരാധനാലയമാകുന്നു കഅബ എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കതിനെക്കുറിച്ച് പറഞ്ഞു തന്നിട്ടുള്ളത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അതിൻ്റെ അനുഗ്രഹങ്ങൾ, മുബാറക് എന്നുള്ളത് അതിൻ്റെ ആത്മീയ തലത്തിലുമുണ്ട്, ഭൗതിക തലത്തിലും അത് അതിൻ്റെ അനുഗ്രഹങ്ങൾ വർഷിച്ചു കൊണ്ടിരിക്കുന്നു ആ നാട്ടിൽ എന്നുള്ളതാണ്. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം തൻ്റെ മകനെ വിജലമായ ആ മക്ക മണലാരണ്യത്തിൽ വെച്ചുകൊണ്ട് പോയ സന്ദർഭത്തിൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പ്രാർത്ഥിച്ചിട്ടുണ്ട്, റബ്ബന ഇന്നി അസ്കൻതു മിൻ ദുർരിയതി ബിവാദിൻ ഗൈരി ദീ സറഇൻ ഇൻദ ബൈതിക്കൽ മുഹറം. പരിപാവനമായ നിന്റെ ആ ഭവനത്തിൻ്റെ അരികിൽ റബ്ബേ, എൻ്റെ സന്താനങ്ങളെ ഞാൻ അവിടെ പാർപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഫജ്അൽ അഫ്ഇദതം മിനൻ നാസി തഹ്വി ഇലൈഹിം, എല്ലാ മനുഷ്യരുടെയും ഹൃദയങ്ങൾ അവരിലേക്ക് ആഗ്രഹം ജനിപ്പിക്കുന്നതാക്കണമേ. വർസുഖുഹും മിനസ് സമറാത്തി ലഅല്ലഹും യഷ്കുറൂൻ, നിന്റെ വിഭവങ്ങളിൽ നിന്ന് അവർക്ക് നീ ഉപജീവനം നൽകണമേ, അവർ നിനക്ക് നന്ദിയുള്ളവരായി തീരും റബ്ബേ എന്ന ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ പ്രാർത്ഥന. ആ പ്രാർത്ഥന മൂലം അല്ലാഹു സുബ്ഹാനഹു വ തആല ഒന്നും ഉണ്ടായിട്ടില്ലാത്ത കൃഷികളും അതേപോലെ തന്നെ വിഭവങ്ങളും ഒന്നും ലഭ്യമായിട്ടില്ലാത്ത ഒരു നാടിനെ അല്ലാഹു യുജ്ബ ഇലൈഹി സമറാത്ത് കുല്ലി ഷൈ, ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തു നിന്നുമുള്ള വിഭവങ്ങൾ ആ നാട്ടിലേക്ക് എത്തിച്ചു കൊടുക്കുന്ന ഒരവസ്ഥ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉണ്ടാക്കിയെന്നാണ്. അപ്പോൾ മുബാറക്കൻ എന്ന് പറഞ്ഞാൽ അത് ഭൗതികമായ നിലക്കും അനുഗ്രഹീതമാണ്, അതേപോലെ തന്നെ ആത്മീയമായ നിലക്കും ആ പ്രദേശം അനുഗ്രഹീതമാണ്. വഹുദൻ ലിൽ ആലമീൻ, ലോകർക്ക് മാർഗദർശകമായിക്കൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ആരാധനാലയത്തെ സ്ഥാപിച്ചിട്ടുള്ളത് എന്ന് ഖുർആൻ നമുക്ക് വിശദീകരിച്ചു തരുന്നു. നമ്മൾ ചെയ്യുന്ന ഇബാദത്തുകളെ എടുത്ത് പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയും, നമുക്ക് ലോകത്തിൻ്റെ ഏത് ഭാഗത്തു നിന്നും നമസ്കാരം നിർവഹിക്കാം. ഭൂമിയിൽ വെച്ച് നമസ്കരിക്കാം, ആകാശത്ത് വെച്ചും നമുക്ക് നമസ്കരിക്കാം. അതേപോലെ തന്നെ ലോകത്തിൻ്റെ ഏത് ഭാഗത്ത് വെച്ചും നമുക്ക് നോമ്പനുഷ്ഠിക്കാം. ലോകത്തിൻ്റെ ഏത് ഭാഗത്ത് വെച്ചും നമുക്ക് സക്കാത്ത് നിർവഹിക്കാം, സദഖകളൊക്കെ കൊടുക്കാം. പക്ഷേ ഹജ്ജ് ചെയ്യണമെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചിട്ടുള്ള ഈ പ്രദേശത്തേക്ക് തന്നെ വരണം. ഹജ്ജ് കർമ്മം അല്ലാഹു സുബ്ഹാനഹു വ തആല നിർദ്ദേശിച്ചിട്ടുള്ള ദിനങ്ങളിൽ മാത്രമേ നിർവഹിക്കാവൂ എന്നുള്ളതാണ്. മറ്റിതര ആരാധനാ കർമ്മങ്ങളിൽ നിന്ന് ഹജ്ജിനെ വ്യത്യസ്തമാക്കുന്നത് ഈ ഒരു കാര്യം കൂടിയാണ്. അതുകൊണ്ട് തന്നെ കഅബയെ നിങ്ങൾ ആരാധനയ്ക്ക് വേണ്ടി തിരഞ്ഞെടുക്കുമ്പോൾ എന്താണ് കഅബയുമായി ബന്ധപ്പെട്ടുള്ള ആരാധന എന്നും ഖുർആൻ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അതേപോലെ തന്നെ പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് വിശദീകരിച്ചു തരുന്നുണ്ട്. അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നു, സമീഅതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഞാൻ കേട്ടിട്ടുണ്ട്, മൻ ത്വാഫ ബിൽ ബൈത്തി ലം യർഫഅ ഖദമൻ വലം യഖഅ ലഹു ഉഖ്റാ ഇല്ലാ കുതിബത് ലഹു ഹസന. ആരെങ്കിലും കഅബയുടെ അരികിൽ വന്ന് തവാഫ് ചെയ്യുകയാണെങ്കിൽ അവൻ്റെ ഓരോ പാദവും അവൻ ഉയർത്തുമ്പോഴും മറ്റൊരു പാദം അവൻ താഴെ വെക്കുമ്പോഴും അവൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു നന്മ അത് മുഖേന രേഖപ്പെടുത്തുകയും വഹുത്തത് അൻഹു ഖതീഅ, അവൻ്റെ ജീവിതത്തിൽ വന്നു പോയിട്ടുള്ള പാപങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഓരോന്ന് അവന് പുറത്തു കൊടുക്കുകയും ചെയ്യും. വറുഫിഅത് ലഹു ബിഹാ ദറജ, പ്രതിഫലത്തിൻ്റെ പദവി അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ ഉയർത്തി കൊടുക്കുമെന്നും തവാഫിനെ കുറിച്ച് പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അവിടുന്ന് പറഞ്ഞു, മൻ ത്വാഫ ബിഹാദൽ ബൈത്ത് ഹത്താ തുജഅഹു ഖദമാഹു, ആരെങ്കിലും തൻ്റെ പാദങ്ങൾക്ക് വേദന അനുഭവിക്കുന്ന വിധത്തിലാണെങ്കിലും
കഅബക്ക് തവാഫ് ചെയ്യുകയാണെങ്കിൽ കാന ഹഖ്ഖൻ അലല്ലാഹി തആല അൻ യുരിയഹുമാ ഫിൽ ജന്ന, അവൻ സഹിച്ച പ്രയാസങ്ങൾക്കും കഷ്ടപ്പാടുകൾക്കും വേദനകൾക്കും പകരമായി സ്വർഗത്തിൽ വെച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് ആശ്വാസവും പ്രതിഫലവും നൽകുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചിട്ടുണ്ട്. അപ്പോൾ കഅബ എന്നുള്ളത് തവാഫ് ചെയ്യാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചിട്ടുള്ള ഒരു ആരാധനാലയം കൂടിയാണ്. തവാഫ് ചെയ്യണമെങ്കിൽ മക്കത്ത് തന്നെ പോകണം. മക്കത്തെത്തിയാലും പോരാ, അത് കഅബയുടെ അരികിൽ തന്നെ പോകണം. അതുകൊണ്ട് തന്നെയാണ് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിനോട് അല്ലാഹു പറഞ്ഞത്, വഇദ് ബവ്വഅനാ ലി ഇബ്രാഹീമ മക്കാനൽ ബൈത്ത് അല്ലാ തുശ്രിക ബി ശൈഅ വതുഹിർ ബൈതിയ ലിത്വായിഫീന വൽ ഖായിമീന വറുക്കഇ സുജൂദ്. മറ്റൊരായത്തിൽ നമുക്ക് വൽ ആകിഫീന വറുക്കഇ സുജൂദ് ഇങ്ങനെയൊക്കെ കാണാൻ കഴിയും. കഅബയും കഅബയുടെ പരിസരവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആരാധനാകർമ്മങ്ങളെക്കുറിച്ചുള്ള അറിയിപ്പ് കൊടുക്കാൻ വേണ്ടി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന് അല്ലാഹു സുബ്ഹാനഹു വ തആല നിർദ്ദേശം നൽകിയ കാര്യമാണ് സൂറ ഹജ്ജിൽ ഈ വിശദീകരിക്കുന്നത്. വഇദ് ബവ്വഅനാ ലി ഇബ്രാഹീമ മക്കാനൽ ബൈത്ത്, ഈ ആരാധനാലയത്തിന്റെ സ്ഥാനം ഇബ്രാഹീമിന് നാം നിർണയിച്ചു കൊടുത്ത സന്ദർഭം പ്രത്യേകം ശ്രദ്ധേയമാകുന്നു, പ്രസ്താവ്യമാകുന്നു. അല്ലാ തുശ്രിക് ബി ശൈഅ, നീ എന്നിൽ ഒന്നിനെയും പങ്കുചേർക്കാതിരിക്കണം, പങ്കുചേർക്കാൻ പാടില്ല. വതുഹിർ ബൈതിയ ലിത്വായിഫീൻ, തവാഫ് ചെയ്യുന്ന ആളുകൾക്ക് വേണ്ടി എൻ്റെ ഭവനത്തെ നീ ശുദ്ധിയാക്കി കൊടുക്കണം. വൽ ഖായിമീന വറുക്കഇ സുജൂദ്, സാഷ്ടാംഗം നമിച്ചുകൊണ്ടും കുനിഞ്ഞുകൊണ്ടും അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്ന ആളുകൾക്ക് വേണ്ടി നീ ഈ ഭവനത്തെ ശുദ്ധീകരിച്ചു കൊടുക്കണം. വൽ ആഖിഫീൻ, അവിടെ ഭജമിന്നമെടുക്കാൻ വരുന്ന ആളുകൾക്ക് വേണ്ടി നീ അത് ശുദ്ധീകരിച്ചു കൊടുക്കണമെന്ന് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിനോട് അള്ളാഹുവിൻ്റെ കൽപ്പനയുണ്ട്. വല്യത്തവഫൂ ബിൽ ബൈത്തിൽ അതീഖ്, അതിപുരാതനമായി ഭവനത്തെ അവർ തവാഫ് ചെയ്യട്ടെ എന്നാണ്. തവാഫ് എന്നത് അതിവിശേഷമായ സവിശേഷമായ ഒരു ആരാധനാകർമ്മമാണ്. നമ്മുടെ ക്ലോക്കിലെ, നമ്മുടെ ഘടികാരത്തിലെ സൂചി തിരിയുന്നതിൻ്റെ നേരെ വിപരീത ദിശയിൽ ആൻറ്റി ക്ലോക്ക് വൈസ് ആയിക്കൊണ്ടാണ് ഹാജിമാർ കഅബക്ക് ചുറ്റും പ്രദക്ഷിണം ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം എന്താണെന്നോ അതുപോലെയാണ് ഈ ലോകത്തുള്ള എല്ലാ ചുറ്റലുകളും നടന്നുകൊണ്ടിരിക്കുന്നത് എന്നാണ്. ഈ മഹാപ്രപഞ്ചത്തിലെ ഓരോ ഗോളങ്ങളും അത് തിരിഞ്ഞുകൊണ്ടിരിക്കുന്നത് കഅബക്ക് ചുറ്റും ഹാജിമാർ തവാഫ് ചെയ്യുന്ന രീതിയിലാണ്, ആൻറ്റി ക്ലോക്ക് വൈസ് ആയിക്കൊണ്ടാണ്. ഭൂമി അതിൻ്റെ അച്ചുതണ്ടിൽ അത് കറങ്ങിക്കൊണ്ടിരിക്കുന്നത്, സൂര്യൻ ചലിച്ചുകൊണ്ടിരിക്കുന്നത്, അങ്ങനെ എല്ലാ ഗ്രഹങ്ങളുടെയും ഉപഗ്രഹങ്ങളുടെയും നക്ഷത്രഗോളങ്ങളുടെയും ഈ മഹാപ്രപഞ്ചത്തിലെ അള്ളാഹുവിൻ്റെ എല്ലാ സൃഷ്ടികളും കറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ അത് ഈ രൂപത്തിലാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും. നമ്മുടെ ശരീരത്തിലെ ബ്ലഡ് സർക്കുലേഷൻ ഈ രീതിയിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ പ്രപഞ്ചത്തിൽ നോക്കൂ, ഒരു മരത്തിലേക്ക് ഒരു വള്ളി ചുറ്റിപ്പടർന്ന് അത് കയറുന്നുണ്ടെങ്കിൽ ഈ രീതിയിലാണ് ഒരു വള്ളി ഒരു മരത്തിലേക്ക് പടരുന്നത് പോലും ഹാജിമാർ കഅബക്ക് ചുറ്റുന്നത് പോലെയാണ് എന്ന് നമുക്ക് കണ്ടെത്താൻ കഴിയും. ഇത് പ്രകൃതിയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ച ഒരു നിയമമാണ്. ഇനി നമ്മൾ മനുഷ്യരായ നമ്മൾ കൃത്രിമമായി ഉണ്ടാക്കുന്ന ഈ ചുറ്റലുകളിലും ഇത് നമുക്ക് കാണാൻ കഴിയും. നമ്മുടെ മക്കളൊക്കെ സ്പോർട്സിന് വേണ്ടി, അവർ ഓട്ടത്തിന് വേണ്ടി ട്രാക്ക് വരയ്ക്കുമ്പോൾ ആ ട്രാക്കിൽ അവർ ഓടിക്കൊണ്ടിരിക്കുന്നത് ആൻറ്റി ക്ലോക്ക് വൈസ് ദിശയിലാണ് അവർ ചുറ്റിക്കൊണ്ടിരിക്കുന്നത്, കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെയൊക്കെ ദവ്വാറകൾ, റൗണ്ട് അബൌട്ടുകൾ നിങ്ങൾ പരിശോധിച്ചു നോക്കൂ. നമ്മുടെ വാഹനങ്ങൾ ട്രാഫിക്കുകളിൽ കറങ്ങിക്കൊണ്ടിരിക്കുന്നത് ഇതേ ദിശയിലാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനൊരു സംവിധാനം ഇങ്ങനെ ആയിത്തീർന്നത്? നേരെ എതിർദിശയിൽ നമ്മുടെ മക്കളൊക്കെ ട്രാക്കിലൂടെ ഓടുകയാണെങ്കിൽ അവർ തല കറങ്ങി വീഴും. അവരുടെ ബ്ലഡ് സഞ്ചരിക്കുന്നത് നേരെ എതിർദിശയിലാണ് അത് സഞ്ചരിച്ചാൽ. ഇവിടെ ഈ തവാഫിൻ്റെ ഒരു മഹത്വം കൂടി ഈ സന്ദർഭത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഭൂമിയിൽ അള്ളാഹുവിൻ്റെ ഈ ഭവനം സ്ഥാപിക്കാൻ വേണ്ടി അള്ളാഹു ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന് നിർദ്ദേശം നൽകിയപ്പോൾ വഇദ് ബവ്വഅനാ ലി ഇബ്രാഹിം മക്കാനൽ ബൈത്ത്, എവിടെയായിരിക്കണം കഅബ എന്നത് കൃത്യമായ നിർദ്ദേശം അള്ളാഹു സുബ്ഹാനഹു വ തആല ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന് നൽകിയിട്ടുണ്ട്. നിങ്ങൾ നോക്കൂ, ഇന്ന് ലോകത്തിൻ്റെ വേൾഡ് മാപ്പ് എടുത്ത് നമ്മൾ അതിൻ്റെ കേന്ദ്രബിന്ദു ഏതാണ് എന്ന് നോക്കുകയാണെങ്കിൽ, കരഭാഗത്തെ മുഴുവൻ നാം പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ മക്ക
അതിൻ്റെ കേന്ദ്ര സ്ഥലത്താണെന്ന് കാണാൻ കഴിയും. ഖുർആൻ അതിലേക്ക് സൂചനയായി പറയുന്നുണ്ട്, ലിതുൻദിറ ഉമ്മൽ ഖുറ വമൻ ഹൗലഹ. ലോകത്തിന് മുഴുവൻ പ്രവാചകനായി നിയോഗിതനായ മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് താങ്കൾ താക്കീത് നൽകണം, പ്രബോധനം ചെയ്യണം. ഉമ്മുൽ ഖുറയെ, ഗ്രാമങ്ങളുടെ കേന്ദ്രവും മാതാവുമായ ഈ മക്കയിലും അതിൻ്റെ ചുറ്റുവട്ടങ്ങളിലും എന്ന് പറഞ്ഞാൽ അത് ഈ ലോകത്തുള്ള മുഴുവൻ മനുഷ്യർക്കും താക്കീത് നൽകാൻ വേണ്ടി നിയോഗിതനായ മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ചാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ട് തന്നെ തവാഫ് എന്നുള്ളത് വളരെ മഹത്തായ ഒരു ആരാധനാക്രമമാണ്. ഹാജിമാർ മക്കയിലേക്ക് എത്തുമ്പോൾ, ആര് മക്കയിലേക്ക് എത്തുകയാണെങ്കിലും കഅബക്ക് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് അവർക്ക് ചെയ്യാനുള്ളത് തവാഫ് എന്ന ആരാധനയാണ്, തവാഫുൽ ഖുദൂം. ഉംറ നിർവഹിക്കുന്നവർ അതിൻ്റെ റുക്ന് എന്ന നിലക്ക് തവാഫ് ചെയ്യേണ്ടതുണ്ട്. ഹജ്ജ് നിർവഹിക്കുന്നവർ അതിൻ്റെ റുക്ന് എന്ന നിലക്ക് തവാഫുൽ ഇഫാദ, തവാഫുൽ സിയാറ എന്ന പേരിലുള്ള ഈ തവാഫ് നിർവഹിക്കേണ്ടതുണ്ട്. അതേപോലെ തന്നെ മക്കയിൽ നിന്ന് നമ്മൾ വിട പറയുമ്പോൾ തവാഫുൽ വിദാ, അവിടെ നിന്ന് വിട പറയാനുള്ള തവാഫ് നിർവഹിക്കേണ്ടതുണ്ട്. ഇതൊക്കെ പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നതാണ്. ഇനി അവിടെ ചെന്ന് കഴിഞ്ഞാൽ സുന്നത്തായി കൊണ്ട് ഐച്ഛികമായി എത്രയും നമുക്ക് തവാഫ് വർദ്ധിപ്പിക്കാം. ഇതൊക്കെ പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരുന്ന കാര്യങ്ങളാണ്. തവാഫ് എന്ന ആരാധനാകർമ്മം മക്കത്തെത്തി കഅബയുടെ അരികിൽ മത്താഫിന് ചുറ്റും തിരിഞ്ഞുകൊണ്ട് നമ്മൾ നിർവഹിക്കേണ്ട ഒരു ആരാധനാകർമ്മമാണ്. ഇതിലൂടെ എല്ലാം തന്നെ നമ്മൾ പ്രഖ്യാപിക്കുന്നത് അള്ളാഹുവിൻ്റെ ഏകത്വത്തെയും അവൻ്റെ മഹത്വത്തെയുമാണ് എന്നാണ്. ഖുർആൻ തുടർന്ന് പറയുന്നുണ്ട്, ഫീഹി ആയാത്തും ബയ്യിനാത്തുൻ മഖാം ഇബ്രാഹിം. ആ ഹറമിലുണ്ട് ആയാത്തുൻ ബയ്യിനാത്തുൻ, വ്യക്തമായ ദൃഷ്ടാന്തങ്ങൾ നിങ്ങൾക്ക് അവിടെ കാണാൻ കഴിയും. അതിൽ ശ്രദ്ധേയമായ ഒന്ന് മഖാം ഇബ്രാഹിം, ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം നിന്ന സ്ഥലമാണ് എന്നതാണ്. ആ സ്ഥലത്തെ നിങ്ങൾ പ്രാർത്ഥനാ സ്ഥാനമായി സ്വീകരിക്കണം എന്ന് ഖുർആനിന്റെ കൽപ്പനയാണ്. വത്തഖിദു മിൻ മഖാമി ഇബ്രാഹിമ മുസല്ല, ഇബ്രാഹിം നിന്ന സ്ഥലം നിങ്ങൾ പ്രാർത്ഥനാ വേദിയായി കൊണ്ട് സ്വീകരിക്കണമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിനോടും ലോകത്തുള്ള എല്ലാ വിശ്വാസി സമൂഹത്തോടുമായി കൽപ്പിക്കുന്നുണ്ട്. അതിലുള്ള ദൃഷ്ടാന്തങ്ങൾ എന്തൊക്കെയാണ് നമുക്കറിയാം. കണ്ണിൽ കണ്ട എല്ലാ കല്ലുകളെയും എല്ലാ ശിലകളെയും പൂജിക്കുകയും ആരാധിക്കുകയും ചെയ്തിരുന്ന ഒരു സമ്പ്രദായമായിരുന്നു ജാഹിലിയ കാലത്തെ അറബികൾക്കുണ്ടായിരുന്നത്. അവർ മരിച്ചുപോയ മഹാത്മാക്കളെ ആദരിക്കാൻ വേണ്ടി ബഹുമാന സൂചകമായി അവരുടെ പ്രതിഷ്ഠകളും പ്രതിബിംബങ്ങളും പ്രതിരൂപങ്ങളും കൊത്തിയുണ്ടാക്കി വെച്ചുകൊണ്ട് അങ്ങനെ അതിനെ ആരാധിക്കുകയും വന്ദിക്കുകയും ചെയ്തിരുന്നു. ലാത്തയും ഉസ്സയും മനാത്തയും ഹുബുലും, ഇതൊക്കെ അള്ളാഹുവിന് പുറമെ അവർ ആരാധിച്ചിരുന്ന അവരുടെ ദേവന്മാരായിരുന്നു, ആരാധ്യ വസ്തുക്കളായിരുന്നു, ഇലാഹുകളായിരുന്നു എന്ന് ചരിത്രത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ലാത്തയെക്കുറിച്ച് ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നുണ്ട്, കാനൽ ലാത്ത് റജുലുൻ സ്വാലിഹുൻ യലിത്തു അസ്സബീഖ ലിൽ ഹുജ്ജാജ്. ഹാജിമാരായ ആളുകൾക്ക് വേണ്ടി അവർക്ക് കുടിക്കാനുള്ള നല്ല പായസമുണ്ടാക്കി കൊടുത്തിരുന്ന സ്വാലിഹായ ഒരു മനുഷ്യനായിരുന്നു ലാത്ത. അദ്ദേഹം ഒരു കല്ലിൽ നിന്നായിരുന്നു അത് വിളമ്പി വിതരണം ചെയ്തിരുന്നത് എന്നാണ്. അദ്ദേഹം മരിച്ചുപോയപ്പോൾ സ്വാലിഹായ ഈ മനുഷ്യന്റെ ഓർമ്മകൾ നിലനിർത്താൻ വേണ്ടി അവർ ഈ കല്ലിനെ അതങ്ങനെ വെയിലും മഴയും കൊണ്ട് അത് വിസ്മരിക്കപ്പെടേണ്ടതല്ലെന്നും കഅബയുടെ ചാരത്തേക്ക് നീക്കിവെക്കാമെന്നും പറഞ്ഞു ആദ്യ തലമുറ. പിന്നെ അങ്ങനെയാണ് വിഗ്രഹാരാധന മനുഷ്യരുടെ മനസ്സുകളിലേക്ക് അരിച്ചരിച്ചു വരുന്നത്. പിന്നീട് കുറെ കഴിഞ്ഞപ്പോൾ ആ കഅബക്കുള്ളിൽ ഒരുപാട് വിഗ്രഹങ്ങൾ ഉള്ളതുപോലെ ലാത്തയും ഒരു ആരാധ്യനായി തീർന്നു, ഒരു ദൈവമായി തീർന്നു. ഇങ്ങനെയുള്ള 360ഓളം വിഗ്രഹങ്ങൾ കഅബക്കുള്ളിൽ ഉണ്ടായിരുന്നു എന്ന് ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതിൽ നിന്നെല്ലാം സുരക്ഷിതമാക്കി വെച്ചു. ഏതിനെ? മഖാമു ഇബ്രാഹിം, ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം നിന്ന ആ സ്ഥാനം അടയാളപ്പെടുത്തിയിട്ടുള്ളൊരു കല്ല് ഒരിക്കലും ജാഹിലിയ കാലത്തെ അറബികൾ പോലും അതിനെ വണങ്ങുകയോ അതിനെ ആരാധിക്കുകയോ ചെയ്തില്ല എന്നാണ്. മാത്രവുമല്ല, കഅബയുടെ ഇന്ന് കഅബയിൽ അതിപുരാതനമായ കഅബ എന്ന് ഖുർആൻ വിശേഷിപ്പിച്ച ആദ്യമായി സ്ഥാപിതമായ ആരാധനാലയത്തിന്റെ ഏതെങ്കിലും ഒരു അവശിഷ്ടം ഇന്ന് ബാക്കിയായിട്ടുണ്ടെങ്കിൽ അത് ഹജറുൽ അസ്വദ് എന്ന ഒരു കറുത്ത കരിങ്കല്ലാണ്.
ആ കരിങ്കല്ല് ആദ്യത്തെ കഅബയുടെ ഒരു അടയാളമായി അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെ സംരക്ഷിച്ചു. മാത്രമല്ല തവാഫ് എന്ന മഹത്തായ ആരാധനാ കർമ്മം ആരംഭിക്കാനുള്ള സ്റ്റാർട്ടിംഗ് പോയിന്റായി ഹജറുൽ അസ്വദിനെ അതിനെ നിശ്ചയിക്കുകയും ചെയ്തു. പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെയാണ് തവാഫ് ആരംഭിച്ചിരുന്നത്. ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞുകൊണ്ട് കഴിയുമെങ്കിൽ അതിനെ ചുംബിക്കുക, അതിനും കഴിയുമെങ്കിൽ കൈകൊണ്ട് അതിനെ തടവിയതിന് ശേഷം നിങ്ങളുടെ കൈ ചുംബിക്കുക. അതിനും കഴിഞ്ഞില്ലെങ്കിൽ നിങ്ങൾ കുത്തിപ്പൊടിക്കുന്ന വടിയുണ്ടെങ്കിൽ ആ വടി കൊണ്ട് ആ ഹജറുൽ അസ്വദിനെ നിങ്ങൾ തടവിക്കൊണ്ട് വടിന്റെ അറ്റം നിങ്ങൾക്ക് ചുംബിക്കാം. അതിനൊന്നും കഴിഞ്ഞില്ല എങ്കിൽ, അധികം തിരക്കുണ്ടാകുമ്പോൾ അതിനൊന്നും കഴിയണമെന്നില്ല, നിങ്ങൾ നിങ്ങളുടെ വലതു കൈ ഉയർത്തി ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞുകൊണ്ട് ആ ഹജറുൽ അസ്വദിൽ നിന്ന് നിങ്ങളുടെ തവാഫ് തുടങ്ങണം എന്ന് പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിർദ്ദേശിച്ചു. ഇങ്ങനെയുള്ള ഈ കല്ലുകളൊക്കെ അവിടെ ഉണ്ടെങ്കിലും നോക്കൂ നിങ്ങൾ, അവിടെ മനസ്സിലേക്ക് ഒരിക്കലും ഒരു വിശ്വാസിയുടെ മനസ്സിലേക്ക് അതിനോടുള്ള ആരാധനാഭാവം വരുന്നില്ല എന്നുള്ളതാണ്. അവിടെയും ശിലപൂജയാണ് നടക്കുന്നത്, കല്ലുകളെയും വിഗ്രഹങ്ങളെയും ആരാധിക്കുകയാണ് ചെയ്യുന്നത് എന്ന് പറയുന്നതിന് യാതൊരർത്ഥവുമില്ല. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അദ്ദേഹം കുറച്ച് ആരോഗ്യപരമായി ശക്തനായ ആളായിരുന്നു. അതുകൊണ്ട് ഹജറുൽ അസ്വദിനെ ചുംബിക്കാൻ വേണ്ടി അദ്ദേഹം ചെന്നപ്പോൾ റസൂല് വിലക്കി, റസൂലേ നിങ്ങൾ കൂട്ടത്തിൽ കരുത്തനായ ആളാണ്, അതുകൊണ്ട് നിങ്ങൾ തിരക്കിക്കൊണ്ട് അതിൻ്റെ അരികിലേക്ക് പോകരുത്, മറ്റുള്ളവരെ നിങ്ങൾ ഒരിക്കലും ബുദ്ധിമുട്ടിക്കരുത് എന്ന് ഉമർ റളിയല്ലാഹു അൻഹുവിനോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ആ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഞാനിതാ എനിക്കറിയാം, ഇന്നി ലഅലമു അന്നക ഹജറുൻ, അദ്ദേഹം ആ ഹജറിൽ നിന്ന് ഹജറുൽ അസ്വദിൽ നിന്ന് തവാഫ് ആരംഭിച്ച സന്ദർഭത്തിൽ പറയുകയാണ്, എനിക്കറിയാം നീ ഒരു കറുത്ത കരിങ്കല്ല് മാത്രമാണ്, ലാ തളുറു വലാ തൻഫഉ, നിനക്ക് ഒരു ഉപകാരവും ചെയ്യാൻ കഴിയില്ല, ഒരു ഉപദ്രവവും ചെയ്യാൻ കഴിയില്ല. വലൗലാ അന്നി റഅയ്തു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുഖബ്ബിലു കമാ ഖബ്ബൽതുക, ഹബീബായ റസൂലുള്ളാഹ് നിന്നെ ചുംബിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ലായിരുന്നെങ്കിൽ ഹജറുൽ അസ്വദേ നിന്നെ ഞാൻ ചുംബിക്കുമായിരുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു തവാഫ് ആരംഭിച്ചത് എന്ന് നമുക്ക് കാണാൻ കഴിയും. നോക്കൂ നിങ്ങൾ, അപ്പോൾ ഇത്രമാത്രം അള്ളാഹു ഈ ശിർക്ക് പരമായ വിശ്വാസങ്ങളിൽ നിന്നും ധാരണകളിൽ നിന്നും ആ പ്രദേശത്തെയും അവിടെയുമായി ബന്ധപ്പെട്ട ആരാധനാ കർമ്മങ്ങളെയും അവൻ കാത്തു സൂക്ഷിച്ചു രക്ഷിച്ചു എന്നുള്ളതാണ്. ആ ഹജറുൽ അസ്വദിനോടോ മഖാം ഇബ്രാഹിമിനോടോ ജാഹിലിയ അറബികൾക്ക് പോലും ഒരു ആരാധനാഭാവം പോലും തോന്നിയില്ല എന്നാണ്. എന്നാൽ ജാഹിലിയ കാലത്തെ അറബികളും ഹജ്ജ് ചെയ്തിരുന്നു, അവരും തെൽബിയത്ത് ചൊല്ലിക്കൊണ്ട് തന്നെയാണ് മക്കയിലേക്ക് പോയിരുന്നത്. എന്നാൽ അവരുടെ തെൽബിയത്തിൽ ചെറിയൊരു വ്യത്യാസമുണ്ടായിരുന്നു. നമ്മൾ ചൊല്ലുന്ന പോലെ തന്നെ ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക് ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക്, അല്ലാഹുവേ നിന്റെ വിളിക്കുത്തരം നൽകി ഞാനിതാ വന്നിരിക്കുന്നു, നിന്റെ വിളിക്കുത്തരം നൽകിയിരിക്കുന്ന റബ്ബേ നിനക്ക് യാതൊരു പങ്കുകാരനുമില്ല, ഇല്ലാ ശരീകൻ ഹുവ ലക്, ഇല്ലാ ശരീകൻ ഹുവ ലക്, ഒരു പങ്കുകാരനൊഴികെ ആ പങ്കുകാരൻ നിനക്കുള്ളത് തന്നെയാണ് റബ്ബേ. തംലിക്കുഹു വമാ മലക്, ആ പങ്കുകാരൻ എന്തൊക്കെ കഴിവുകളുണ്ടോ ആ കഴിവുകളൊക്കെ നീ കൊടുത്തത് തന്നെയാണ് റബ്ബേ എന്ന തൽബിയത്ത് ഉച്ചരിച്ചുകൊണ്ടായിരുന്നു മുശ്രിക്കുകൾ ഹജ്ജ് ചെയ്തിരുന്നത് എന്ന് ഇമാം മുസ്ലിം റഹിമഹുല്ലാഹ് ഉദ്ധരിക്കുന്ന ഹദീസിലൂടെ അവരുടെ തൽബിയത്തിനെ കുറിച്ച് പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് വിശദീകരിച്ചു തരുന്നുണ്ട്. നോക്കൂ നിങ്ങൾ, അല്ലാഹു അല്ലാത്ത ഒരാൾക്കും നിങ്ങളുടെ ആരാധനകളും അർത്ഥനകളും പ്രാർത്ഥനകളും നേർച്ചകളും വഴിപാടുകളും സമർപ്പിക്കരുത് എന്ന് പഠിപ്പിക്കാൻ വേണ്ടി വന്ന പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ തൗഹീദിന്റെ വിളംബരം ഉച്ചൈസ്വരം ഉദ്ഘോഷിക്കാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചിട്ടുള്ള മഹത്തായ ഒരു ആരാധനാകർമ്മം, ഈ ആരാധനാകർമ്മം നിർവഹിക്കുമ്പോൾ പോലും നമ്മുടെ വിശ്വാസികളിൽ പലരും അല്ലാഹു അല്ലാത്ത പലരോടുമുള്ള അവരോടുള്ള ആരാധനാഭാവവും അവരിൽ നിന്ന് അദൃശ്യമായ അലൗകികമായ അഭൗമികമായ നിലക്കുള്ള സഹായാർത്ഥനയും അതുപോലെ എന്തെങ്കിലും ഉപകാരങ്ങൾ കിട്ടുമെന്ന പ്രതീക്ഷയും തങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഉപദ്രവങ്ങൾ അവർക്ക് തടുക്കാൻ കഴിയുമെന്ന വിശ്വാസവും, ഇത്തരം വിശ്വാസങ്ങൾ ശിർക്ക്പരമാണ് എന്നാണ് ഈ സന്ദർഭത്തിൽ സഹോദരങ്ങളെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇങ്ങനെയുള്ള എല്ലാ വിശ്വാസങ്ങളിൽ നിന്നും വിശുദ്ധമാക്കാൻ വേണ്ടിയാണ് ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം
ഇങ്ങനെ ഒരു ആരാധനാ കർമ്മം കൂടി നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. മൂന്നാമതായി കഅബയുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് റബ്ബിജ്അൽ ഹാദാ ബലദൻ ആമിന. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വിശദീകരിച്ചു തരുന്നു. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമയുടെ പ്രാർത്ഥനയാണ്, റബ്ബേ ഈ നാടിനെ നീ നിർഭയമായ ഒരു നാടാക്കി മാറ്റണമേ. വമൻ ദഖലഹു കാന ആമിന. ആ നാട്ടിലേക്ക് വല്ലവനും പ്രവേശിച്ചാൽ, ഹറമിലേക്ക് ആരെങ്കിലും പ്രവേശിച്ചാൽ അവൻ നിർഭയനായി തീർന്നു എന്നാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്. ഈ നിർഭയത്വം ഹറമിൽ ഏത് കാലത്തും നിലനിന്നിട്ടുണ്ട്. പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം വരുന്നതിന് മുമ്പ്, ജാഹിലിയ കാലത്ത്, അതിന്റെ മുമ്പ് കഴിഞ്ഞുപോയ എല്ലാ സമൂഹവും, ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമക്ക് ശേഷവും അതിന്റെ മുമ്പുള്ള സമൂഹവും ഹറമിന്റെ ഈ പരിശുദ്ധിയും നിർഭയത്വവും അവർ കാത്തു സൂക്ഷിച്ചിരുന്നു എന്നതാണ്. അവിടെ ആരോടും പ്രതികാരം ചോദിക്കുകയില്ല, അവിടെ അതിക്രമങ്ങളില്ല, അവിടെ രക്തച്ചൊരിച്ചിലുകളില്ല. ഇങ്ങനെയുള്ള നിർഭയമായ ഒരു പ്രദേശമായി ഹറമിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചു. അതുകൊണ്ട് തന്നെയാണ് മക്കം ഫത്ഹ് വേളയിൽ ഒരു പകൽ സമയം പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഹറമിനെ അതിന്റെ ഹില്ലാക്കി അനുവദിച്ചു കൊടുത്തു എന്നാണ്. ആ സന്ദർഭത്തിൽ പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അനുവദിച്ച ഈ അനുവാദത്തെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലും ഉപയോഗിച്ചിട്ടില്ല. മക്കം ഫത്ഹ് വേളയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു തുള്ളി രക്തം പോലും ചിന്താതെ ഒരു രക്തരഹിത വിപ്ലവത്തിലൂടെ മക്കയെ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം വിജയിച്ചടക്കിയ ചരിത്രമാണ് ഇസ്ലാമിക ചരിത്രത്തിലൂടെ നമുക്ക് വായിക്കാൻ കഴിയുന്നത്. റസൂലുള്ളാഹി പറഞ്ഞത് എന്താണെന്നോ? ബൽഖാന മുനാദിഹി യുനാദി. പ്രവാചകന്റെ കാര്യങ്ങൾ വിളംബരം ചെയ്യുന്ന വ്യക്തിയോട് റസൂല് വിളിച്ചു പറഞ്ഞു, ഇങ്ങനെ പറഞ്ഞേക്കൂ, മൻ ദഖലൽ മസ്ജിദൽ ഹറാം ഫഹു ആമിൻ. ശത്രുക്കളിൽ നിന്ന് നിങ്ങൾക്ക് ഒരുപാട് പ്രതികാരം ചോദിക്കേണ്ട ആളുകൾ ഉണ്ടാകും. നിങ്ങളുടെ ഉപ്പമാരെയും മക്കളെയും ഒക്കെ കൊന്നൊടുക്കിയവർ ഇവരുടെ കൂട്ടത്തിലുണ്ടാകും. എന്നാൽ നിങ്ങൾ അവരോട് പ്രതികാരം ചോദിക്കേണ്ടതില്ല. മസ്ജിദുൽ ഹറമിലേക്ക് വല്ലവരും പ്രവേശിച്ചാൽ അവൻ നിർഭയനാണ്. വമൻ ദഖല ദാറഹു വഅഗ്ലഖ ബാബഹു ഫഹു ആമിൻ. ആരെങ്കിലും തങ്ങളുടെ സ്വന്തം വീടുകളിൽ വാതിലടച്ചു നിന്നാൽ അവൻ നിർഭയനാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. വമൻ ദഖല ദാറ അബീ സുഫിയാൻ ഫഹു ആമിൻ. അബൂ സുഫിയാന്റെ വീട്ടിൽ ആരെങ്കിലും പ്രവേശിച്ചാൽ അവനും നിർഭയനായി എന്നാണ്. നോക്കൂ നിങ്ങൾ, ഇങ്ങനെ ഈ നിർഭയത്വം അത് പരിലസിക്കുന്ന ഒരു പ്രദേശമായി ഹറമിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചു. ഇതിലെല്ലാം നിങ്ങൾക്കൊരുപാട് ദൃഷ്ടാന്തങ്ങളുണ്ട് എന്ന് വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. ഹജ്ജ് കർമ്മം നമ്മുടെ സഹോദരങ്ങൾ മക്കത്ത് നിർവഹിക്കുമ്പോഴും ഹജ്ജുമായി ബന്ധപ്പെട്ട അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട പാഠങ്ങൾ ജീവിതത്തിലേക്ക് ചേർത്ത് വെച്ചുകൊണ്ട് അതിൽ നിന്ന് ഗുണപാഠങ്ങൾ ഉൾക്കൊള്ളാൻ നമ്മൾ ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും വലിജമീഇൽ മുസ്ലിമീന വൽ മുഅ്മിനീന മിൻ കുല്ലി ദംബ് ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اتقوا الله عباد الله. പ്രിയമുള്ള സഹോദരീ സഹോദരന്മാരെ, അള്ളാഹുവിൻ്റെ അജ്ഞാനവർത്തികളായി അവൻ്റെ പ്രിയപ്പെട്ട അടിമകളായി പരമാവധി ജീവിതത്തെ ചിട്ടപ്പെടുത്താൻ ശ്രമിക്കണമെന്ന് ഒരിക്കൽ കൂടി ഉണർത്തുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഹജ്ജിൻ്റെ കർമ്മങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള തവാഫും സഅയും വളരെ പ്രധാനപ്പെട്ട അനുഷ്ഠാനങ്ങളാണ്. ആ കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ ആലോചിക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്നത് ഒരു പിതാവിൻ്റെയും ഒരു പുത്രൻ്റെയും ഒരു മാതാവിൻ്റെയും ത്യാഗോജ്വലമായ ജീവചരിത്രമാണ്. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം മകൻ ഇസ്മായിൽ അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ മാതാവ് മഹദി ഹാജർ അലൈഹിസ്സലാത്തു വസ്സലാം, അവരുടെയൊക്കെ ചരിത്രങ്ങൾ അയവിറക്കാതെ, ചരിത്ര സ്മരണകൾ ഓർക്കാതെ ഒരിക്കലും ഒരു വിശ്വാസിക്ക് ആ പ്രദേശത്തേക്ക് പ്രവേശിക്കാനാവുകയില്ല. അള്ളാഹു സഫയെയും മർവയെയും കുറിച്ച് പറഞ്ഞിടത്ത് പറഞ്ഞിട്ടുണ്ട്, ഇന്ന സഫ വൽ മർവത മിൻ ശആഇരില്ലാ. സഫയും മർവയും അള്ളാഹുവിൻ്റെ അടയാളങ്ങളിൽപ്പെട്ട അടയാളങ്ങളാകുന്നു എന്നാണ്. അത് രണ്ട് കുന്നുകളാണ്.
ആ കുന്നുകൾക്കിടയിലുള്ള 450 മീറ്റർ നീളമുള്ള താഴ്വരയും അത് പരിശുദ്ധമായ ഹറം പ്രദേശങ്ങളായി മശായിറുകളായി അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം തൻ്റെ പത്നി ഹാജറിനെയും ചോരപ്പൈതലായിരുന്ന ഇസ്മായിൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെയും വിജനമായ ആ മരുഭൂമിയിൽ ഉപേക്ഷിച്ചു പോകുമ്പോൾ അവർക്ക് തുണയായി ആരും ഉണ്ടായിരുന്നില്ല. അത്യാവശ്യം കുടിക്കാനുള്ള വെള്ളവും കഴിക്കാനുള്ള ഭക്ഷണവും മാത്രം അവരുടെ കയ്യിലുണ്ടായിരുന്നു. പക്ഷേ അതെല്ലാം തീർന്ന സന്ദർഭത്തിൽ സഹായത്തിന് വേണ്ടി മഹദി ഹാജർ തൊട്ടടുത്ത കുന്നിൻ്റെ മുകളിലേക്ക് ഓടിക്കയറി വല്ല സഹായം കിട്ടുമോ എന്ന് നോക്കുകയാണ്. ആരെയും കാണാതായപ്പോൾ നേരെ മുന്നിൽ കണ്ട മറ്റൊരു കുന്നാണ് മറുവ. ആ മറുവയുടെ അരികിലേക്ക് ഓടിപ്പോയി ആ കുന്നിൻ്റെ മുകളിലും കയറി വല്ല സഹായവും എവിടെ നിന്നെങ്കിലും കിട്ടുമോ എന്ന് നോക്കുകയാണ്. ഇങ്ങനെയുള്ള ഈ ഓട്ടത്തിനാണ് സഅയ് എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ അധ്വാനിച്ചു, പരിശ്രമിച്ചു, പരക്കം പാഞ്ഞു, ഓടി എന്നൊക്കെയാണ് അറബിയിൽ നമ്മൾ പറയുന്നത്. ഈ സന്ദർഭത്തിൽ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിനോട് ഹാജർ അലൈഹിസ്സലാം ചോദിച്ചിരുന്നു, നിങ്ങൾ ഞങ്ങളെ ഈ മരുഭൂമിയിൽ ഒഴിവാക്കി പോകുന്നത് അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരമാണോ എന്ന്. ഇബ്രാഹിം അലൈഹിസ്സലാം മറുപടി പറയാതെ തിരിഞ്ഞു നടന്നപ്പോൾ വീണ്ടും പിന്നാലെ ചെന്നുകൊണ്ട് ചോദിക്കുന്നുണ്ട്, ആ അല്ലാഹു അമറക ബിഹാദാ യാ ഇബ്രാഹിം, എന്നെയും എൻ്റെ കുഞ്ഞിനെയും ഈ മരുഭൂമിയിൽ ഉപേക്ഷിച്ചു പോകാനുള്ളത് അള്ളാഹുവിൻ്റെ കൽപ്പനയാണോ? ആ സന്ദർഭത്തിൽ മൂന്നാമത്തെ തവണ ഇബ്രാഹിം അലൈഹിസ്സലാം തിരിഞ്ഞുകൊണ്ട് പറയുന്നുണ്ട്, ബല, അതെ, അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരമാണ് നിങ്ങളെ ഈ മരുഭൂമിയിൽ ഈ പ്രദേശത്ത് ഒഴിവാക്കി പോകുന്നത്. അവിടെയാണ് കഅബ പിന്നീട് പണിതുയർത്തുന്നത്. ആ സന്ദർഭത്തിൽ മഹദി ഹാജർ അലൈഹിസ്സലാം പറഞ്ഞൊരു വാക്കുണ്ട്, ഇദൻ ലാ യുളയ്യഉന, അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരമാണ് നിങ്ങളത് ചെയ്യുന്നതെങ്കിൽ ആ അള്ളാഹു ഞങ്ങളെ ഒരിക്കലും കൈയൊഴിക്കുകയില്ല എന്ന്. അള്ളാഹു ഞങ്ങളെ ഒരിക്കലും കൈയൊഴിക്കുകയില്ല എന്ന ഈ വിശ്വാസവും ബോധവുമാണ് അള്ളാഹുൽ തവക്കുലാക്കിക്കൊണ്ടുള്ള സമർപ്പണമാണ് ശരിക്ക് മഹദി ഹാജർ അവിടെ നടത്തുന്നത്. പക്ഷേ ഈ തവക്കുലിൽ അവർ നിൽക്കുകയല്ല ചെയ്തത്. സഫയുടെയും മറുവയുടെയും ഇടയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പരക്കം പായുകയാണ് ചെയ്തത്. ഇന്ന് നമ്മൾ സഅയ് ചെയ്യുന്ന അത്ര പോലെ സുഖകരമായ പ്രദേശമായിരുന്നില്ല അത് കല്ലും മുള്ളും അതുപോലെയുള്ള പ്രയാസങ്ങളും പ്രതിബന്ധങ്ങളും ഒക്കെ ഉള്ള സ്ഥലങ്ങളായിരുന്നു. അവിടെ ഓടി ഓടി കിതച്ച് അവസാനം ഈ സഅയിൻ്റെ അതിൻ്റെ ഉപകാരം എന്ന നിലക്കാണ്, തവക്കുലിൻ്റെയും സഅയിൻ്റെയും ഉപകാരം എന്ന നിലക്കാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സംസം എന്ന ഒരിക്കലും വറ്റാത്ത നീരുറവ നൽകുന്നത്. പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം സംസമിന്റെ ഉത്ഭവത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ഇസ്മായിൽ അലൈഹിസ്സലാത്തു വസ്സലാം കിടന്ന സ്ഥലത്ത് മലക്ക് പ്രത്യക്ഷപ്പെടുകയും മലക്ക് തൻ്റെ ചിറക് കൊണ്ടോ കാലുകൊണ്ടോ എന്നാണ് അതിൽ പറയുന്നത് ഭൂമിയിൽ കോറിക്കൊണ്ട് ആ സന്ദർഭത്തിൽ അവിടെ നിന്ന് പൊട്ടിയൊഴുകിയ വെള്ളമാണ് സംസം. ഇന്നും ഒരിക്കലും നിലക്കാത്ത ഉറവ പറ്റാത്ത നീരുറവയായി എത്ര ആവശ്യക്കാരുണ്ടോ അവർക്കൊക്കെ കുടിക്കാനുള്ള വെള്ളമായി അതവിടെ നിലനിൽക്കുന്നു എന്നുള്ളതാണ്. നോക്കൂ നിങ്ങൾ, ഇതാണ് ശരിക്ക് മനുഷ്യന്റെ ജീവിതവും. അല്ലാഹുൽ തവക്കുലാക്കി നമ്മൾ സഅയ് നടത്തുമ്പോൾ വമൻ അറാദൽ ആഖിറ വസ്സഅ ലഹാ സഅയഹാ വഹു മുഅ്മിൻ ഫഉലൈക കാന സഅയുഹും മഷ്കൂറ. ജീവിതം ക്ഷണികമാണ്, നൈമിഷികമാണ്. ഈ ദുനിയാവിൽ നിന്ന് നമുക്ക് പോകാനുള്ള തീയതിയൊക്കെ അള്ളാഹു നിശ്ചയിച്ചു വെച്ചിട്ടുണ്ട്. നമുക്കറിയില്ല എന്താണ് അത്. പെട്ടെന്നായിരിക്കും അത്, ചിലപ്പോൾ രോഗിയായി കിടന്നുകൊണ്ടായിരിക്കും, അല്ലാതെയും ഒക്കെയാകാം. എങ്ങനെ വന്നാലും പോകാൻ റെഡിയായി ഒരുങ്ങി നിൽക്കുക എന്നതാണ് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം കരുണീയമായിട്ടുള്ളത്. അല്ലാഹുൽ തവക്കുലാക്കി നിങ്ങൾ സഅയ് നടത്തുക. സഫാ മറുവക്കിടയിലുള്ള സഅയ് നമുക്ക് പ്രചോദനം നൽകുന്നത് ജീവിതമാകുന്ന ഈ യാത്രയിലെ അള്ളാഹുവിന്റെ പ്രതിഫലത്തെ ആഗ്രഹിച്ചുള്ള കഠിനാധ്വാനമാണ്. പരലോകത്തെ വിജയത്തെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഓട്ടവും പരക്കം പാച്ചിലുമായിരിക്കണം നമ്മുടെ ജീവിതം എന്നതിനുള്ള ഒരു തെളിവ് കൂടിയാണ് ഇത് എന്ന് നമ്മൾ മനസ്സിലാക്കുക സഹോദരങ്ങളെ. അങ്ങനെ അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാരായി ജീവിക്കാൻ നാം പരിശ്രമിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരുപാട് പ്രയാസങ്ങളിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഉഷ്ണകാലത്തിൻ്റെ തീവ്രത അത് കുറഞ്ഞു വന്നു. ഉഷ്ണജന്യ രോഗങ്ങളൊക്കെ പതുക്കെ പതുക്കെ നമ്മളിൽ നിന്ന് അകന്നു പോവുകയാണ്.
ഇനി വർഷകാലം വരികയാണ്. വർഷകാലത്തിൻ്റെ പ്രയാസങ്ങൾ, പരീക്ഷണങ്ങളൊന്നും ഇല്ലാതിരിക്കാൻ നമ്മൾ പ്രത്യേകം അള്ളാഹുവിനോട് ദുആ ഇരക്കുക. മഴക്കെടുതികളും ജലജന്യ രോഗങ്ങളും ഒക്കെ സ്വാഭാവികമായും ഉണ്ടാകും. അതിൻ്റെ തീവ്രത കുറയാൻ, പടച്ചവൻ്റെ നമ്മൾ പ്രതീക്ഷിക്കാത്ത വലിയ പരീക്ഷണങ്ങളൊന്നും വരാതിരിക്കാൻ അള്ളാഹുവിനോട് നമ്മൾ നിരന്തരമായി പ്രാർത്ഥിച്ചു കൊണ്ടേയിരിക്കണം. അള്ളാഹുവേ, വർഷകാലത്തിൻ്റെ പ്രയാസങ്ങളിൽ നിന്നും കെടുതികളിൽ നിന്നുമൊക്കെ ഞങ്ങളെ നീ കാത്തുരക്ഷിക്കണമേ. ജലജന്യമായ രോഗങ്ങളിൽ നിന്ന് ഞങ്ങളെയും ഞങ്ങളുടെ സമൂഹത്തെയും നീ കാത്തുരക്ഷിക്കണമേ തമ്പുരാനെ. ഇസ്രായേലിൻ്റെ കൊടും ക്രൂരതയ്ക്ക്, നരഹത്യക്ക് നമ്മുടെ സഹോദരങ്ങൾ ഫലസ്തീനിൽ അവർ വിധേയരായിക്കൊണ്ടിരിക്കുകയാണ്. അവരുടെ നരഹത്യ നിർബാധം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് വേണ്ടി നമ്മുടെ പ്രാർത്ഥനയിൽ ഒരിടം എപ്പോഴും ഉണ്ടാകണം. അല്ലാഹുവേ, ഞങ്ങളുടെ ഫലസ്തീനിലെ സഹോദരങ്ങൾ അനുഭവിക്കുന്ന കഷ്ടാരിഷ്ടതകളിൽ നിന്ന് അവർക്ക് നീ മോചനം നൽകി അനുഗ്രഹിക്കണമേ നാഥ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഅഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار.